വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഹൈവേ യാത്രയ്ക്കായി 3000 രൂപയുടെ ഫാസ്ടാഗ് വാർഷിക പാസാണ് കേന്ദ്രം നടപ്പിലാക്കുക. ഒരു വർഷം അല്ലെങ്കിൽ 200 യാത്ര എന്നതാകും കാലാവധി. ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കേന്ദ്ര സർക്കാരിന്റെ ഈ ഹൈവേ യാത്രയ്ക്കായുള്ള 3000 രൂപയുടെ ഫാസ്ടാഗ് എത്രത്തോളമാണ് ഒരുപക്ഷെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുക? എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രോഹിണി, ഇടത്തരക്കാർക്കാണ് ഈ പദ്ധതി കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടാൻ പോകുന്നത്. കാരണം അതിൻ്റെ പ്രത്യേകതകൾ ഇപ്രകാരമാണ്. ഇത് 3000 രൂപ വിലയുള്ള ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് എന്ന പദ്ധതിയാണ് സർക്കാർ നിലവിൽ കൊണ്ടുവരാൻ പോകുന്നത്. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. അതായത് സാധാരണക്കാരായ ആളുകളുടെ, ഈ ഇടത്തരക്കാരായ ആളുകളുടെ കാറുകൾ, ജീപ്പുകൾ, വാനുകൾ അങ്ങനെ തുടങ്ങുന്ന 4 വീലർ വാഹനങ്ങൾക്കൊക്കെ തന്നെ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ആക്ടിവേഷൻ തീയതി 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 200 യാത്രകൾ എന്ന രീതിയിലാണ് ഇതിൻ്റെ കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. ആക്ടിവേഷൻ്റെ അന്ന് മുതൽ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 യാത്രകൾ വരെയോ ഈ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും എന്നും നിതിൻ ഗഡ്കരി എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റുകൾ ലളിതമാക്കുക, അതായത് താങ്ങാനാകുന്ന നിരക്കിൽ ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെൻറ്റുകൾ ലളിതമാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി 3000 രൂപയ്ക്ക് ഒറ്റത്തവണ ഈ ഫാസ്ടാഗ് റീചാർജ് ചെയ്താൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ദേശീയപാതകളിലൂടെയും സംസ്ഥാന എക്സ്പ്രസ് വേകളിലൂടെയും 1 വർഷത്തേക്ക് അധിക ടോൾ നിരക്കുകളില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, കാത്തിരിപ്പ് സമയം കുറയും, ഈ തിരക്ക് കുറയും, ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയും, അതോടൊപ്പം ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതെങ്ങനെയാണ് ലഭ്യമാവുക എന്ന് ചോദിച്ചാൽ, ഓഗസ്റ്റ് 15 മുതൽ ഈ പാസ് നൽകി തുടങ്ങും. ആക്ടിവേഷനും പുതുക്കലിനുമുള്ള ലിങ്ക് രാജ്മാർഗ് എന്ന യാത്രാ ആപ്പിലും NHAI ഗതാഗത മന്ത്രാലയം എന്നിവരുടെ വെബ്സൈറ്റുകളിലും ലഭ്യമാകും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇടത്തരക്കാർക്ക് ഈ വാർത്ത ഏറ്റവും ആശ്വാസം പകരുന്നതാണ്. മാത്രമല്ല, അവർ ഏറെ കാത്തിരുന്നത് കൂടിയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.